അരികിലായി വന്നു നിൻ മൃദുലമാം കൈ തൊട്ടാൽ അരുമയായി നീ പാടുമോ അലസമാം നിൻ കൂന്തൽ ചുരുളുകൾ മോഹത്തിൻ മന്ത്രം ചൊല്ലും. ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളൊരു കല്യാണ വ്ളോഗാണ്. നമ്മുടെ സ്കൂളിൽ പഠിച്ച ദേവികയുടെ കല്യാണത്തിന് പോകുന്നൊരു വ്ളോഗാണിന്ന്. അങ്ങനെ ഗീതു വീട്ടിലോട്ട് വന്ന് ഞാനും ഗീതുവൊക്കെ റെഡി ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ നാളായില്ല ഫ്രണ്ട്സിനെ കണ്ടെങ്കിൽ. ഞങ്ങൾ വണ്ടിയിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേ നമ്മുടെ പഴയ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. എല്ലാവർക്കൊന്നും വരാൻ പറ്റിയില്ല, എല്ലാവരും തിരക്കൊക്കെയാണ്. അങ്ങനെ കുറച്ച് പേര് ശരണ്യ, രവീണ, അഹല്യ, ആര്യയ്ക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ടുള്ള നമ്മൾ വീഡിയോ കോൾ ചെയ്തു. ആര്യയുടെ ഹസ്ബൻഡ് വരുന്നത് കൊണ്ട് ആര്യ വന്നില്ല. ആര്യ അഹല്യ ട്വിൻസാണ്. അവളൊരു വാവയാണ്, അത് ഇഷ്ടുട്ടി എന്ന് പറയും. ഞാനും വാവേനെ എടുത്തു, പക്ഷേ വാവയും ഞാനും അങ്ങോട്ട് സെറ്റായില്ല. അങ്ങനെ കണ്ടു പരിചയമില്ലാത്തതുകൊണ്ട് കുഞ്ഞ് എൻ്റെ കയ്യിൽ ഒരുപാട് നേരം ഇരുന്നൊന്നുമില്ല. അങ്ങനെ ഞാൻ തിരിച്ച് അഹല്യയുടെ കുഞ്ഞിനെ കൊടുത്തിട്ട് ഞാനും ഗീതും കൂടെ സീറ്റിലിരുന്ന് ഞങ്ങൾ കല്യാണത്തിന് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഇതാണ് ഓഡിറ്റോറിയം വരുന്നത്. നമ്മുടെ നാടിൻ്റെ അടുത്ത് തന്നെയുള്ള കുന്നത്തൂരായിരുന്നു, അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അങ്ങനെ നമ്മൾ കുഞ്ഞിനെ കളിപ്പിച്ച് നമ്മൾ കുഞ്ഞിനെ കുറേ എടുക്കാനൊക്കെ ശ്രമിച്ചു. കുഞ്ഞ് കുറച്ച് വാശിക്കാരിയായിരുന്നു, പക്ഷെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഗീതു കുറേ കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആശിഷ് വന്നു. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ശരണ്യ, രവീണ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ്. സായിയൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് എല്ലാവരെയും കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ എല്ലാവരും പഴയ ഓരോ കഥകളൊക്കെ പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ നാണ് കല്യാണപ്പെണ്ണ് വന്നു. കല്യാണപ്പെണ്ണ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടായിരുന്നു വന്നത്. ആ സ്റ്റേജിലോട്ട് കയറുന്ന ആ ഒരു തിരക്കായിരുന്നു. അങ്ങനെ സ്റ്റേജിലൊക്കെ കയറി നമ്മൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു താലികെട്ടിന് വേണ്ടിയിട്ട്. അങ്ങനെ ശരണ്യ വന്നു. ശരണ്യ പ്രൊഫസറാണ്. അവൾ ഗീതുവിന് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏതോ സബ്ജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഭയങ്കര സംസാരത്തിലായിരുന്നു. അത് കഴിഞ്ഞ് അഹല്യ കുഞ്ഞിനെ എടുക്കുന്നതും ഞങ്ങൾ വീഡിയോയിലോട്ട് വരാൻ വേണ്ടി കുഞ്ഞിനെ നോക്കുന്നതാണ്. അപ്പോൾ തന്നെ രവിയുടെക്ക് ഷാൾ പിടിക്കാൻ വയ്യാന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ കയ്യിൽ ആ ഷാളൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ താലികെട്ടിൻ്റെ തുടക്കമാണ്. ഫസ്റ്റ് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു താലികെട്ട്. പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞ് ഞാനും ഗീതു ഇങ്ങനെ താലി കെട്ടുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് റോസാപ്പൊക്കെ കിട്ടി ഞാൻ ചെവിയിലൊക്കെ വെച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കാരണം നമ്മൾ കല്യാണത്തിന് വന്ന കാര്യം എല്ലാവരെയും അറിയിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ തന്നെ ആദ്യം ഇവിടെ മാലയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നത്, അതിന് ശേഷമാണ് താലി കെട്ടുന്നത്. അങ്ങനെ മാല ഇട്ട് കഴിഞ്ഞ് താലിയൊക്കെ കെട്ടി അങ്ങനെ ദേവികയുടെ കല്യാണം കഴിഞ്ഞാൽ നേരെ നമ്മൾ സദ്യയിലേക്കാണ്. അങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് കൂട്ടുവരയിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഓൾറെഡി ശരണ്യയും രവിണയും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ നമുക്ക് കയറാൻ പറ്റിയില്ല, നമ്മളവിടെ വെയിറ്റിംഗ് ആയിരുന്നു. സായി എനിക്ക് കുറേ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഓരോന്നും ചെയ്യാനുള്ള അഡ്വൈസ് തരുവാണെങ്കിൽ ഇങ്ങനെ ഒരു സിഗ്നേച്ചർ ഐറ്റം ചെയ്യുക അങ്ങനെ ഇങ്ങനെയൊക്കെ വേണം. അത് കേട്ട് ആശിഷും ഗീതും ഭയങ്കര ശരി. ഞാനതിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ അവർ എനിക്ക് കുറേ ക്യാമറയുടെ മുമ്പിൽ വരാതെ രവിയുടെ രക്ഷപ്പെടുവാണ്. അങ്ങനെ സൈഡായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഭയങ്കര സംസാരമായിരുന്നു. കുറേ നാൾക്ക് ശേഷമല്ലേ എല്ലാവരും കണ്ട്. ഇങ്ങനത്തെ കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഒത്തുകൂടത്തുള്ളൂ. ഇപ്പോൾ ഫുൾ ഫ്രണ്ട്സ് ഒന്നും വന്നിട്ടില്ല, കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളൂ. അങ്ങനെ നമ്മളെല്ലാം ഇവിടെ നിന്ന് വിശന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു, വന്നിട്ടും ആയിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ വിശക്കുന്നുണ്ട്. അടുത്ത എൻ്റെ കല്യാണത്തിനെ പറ്റി സായി ഇങ്ങനെ ചോദിക്കും, ഞങ്ങൾക്കൊരു ബിരിയാണി കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ. അതൊന്നും ഞാൻ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. എന്നിട്ട് ഞങ്ങൾ കയറാനാണ്. ഇവിടെ സായും ഗീതും കൂടെ തല്ലും പിടുത്തമൊക്കെ ആയിരുന്നു. കുറേ നാൾക്ക് ശേഷം കണ്ടില്ലേ. അപ്പം നമ്മൾ പണ്ട് ഒരുമിച്ച് ഞങ്ങളെല്ലാവരും ഒരേ ക്ലാസ്സിലൊക്കെ പഠിച്ച ആൾക്കാരായിരുന്നു. കുറച്ച് പേരും കൂടെ ഉണ്ട് വരാൻ. അങ്ങനെ ഊട്ടുവര തുറന്ന് നമ്മൾ സീറ്റൊക്കെ എഴുതുന്നു, നമ്മൾ ഫുഡൊക്കെ എടുത്ത് ഞാനും ഗീതും ഒരുമിച്ചായിരുന്നത്. നമുക്ക് അടിപൊളി ഒരു സദ്യയായിരുന്നു. ആദ്യം നമ്മൾ സദ്യയുടെ ഈ ഐറ്റംസൊക്കെ വന്ന് അച്ചാറുണ്ടായിരുന്നു, ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു, സോയാബീൻ, അവിയൽ, അങ്ങനെ കുറേ നമ്മളതൊക്കെ കുറച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്ക് ചോറും പരിപ്പ് കറിയും വന്നു. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ് 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു, അടപ്രഥമനും ഉണ്ടായിരുന്നു, സേമിയ ഉണ്ടായിരുന്നു. രണ്ടും ഫേവറേറ്റാണ്. രണ്ടും എടുത്ത് കഴിഞ്ഞ് നമ്മൾ കൈയെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് വന്നപ്പോഴാണ് നമ്മൾ രാഹുൽ തമ്പി വന്നത്. രാഹുൽ തമ്പി ഭയങ്കര ബിസി ആയിരുന്നു, അതുകൊണ്ട് വേറെ ഇവിടുത്തെയൊക്കെയോ പരിപാടികൾ കഴിഞ്ഞാണ് നമ്മളുടെ അടുത്തേക്ക് വന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വർത്താനം പറഞ്ഞു. പിന്നെ നമ്മൾ പെണ്ണുമായിട്ടൊന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം പെൺകുട്ടി അടുത്ത സാരി കൊടുത്തു, നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തു. ഈ ഒരു ഫ്രെയിം രാഹുൽ തമ്പി കൊടുത്തപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൊടുത്തു. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് വീഡിയോ വേണമെന്ന് പറഞ്ഞ് അതൊക്കെ എടുത്തു. കുറേ നേരം കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.